കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് 27-ാം തീയതി ഓഗസ്റ്റ് 27-ന് നിശ്ചയിച്ചിരുന്ന ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ഒക്ടോബറിലേക്ക് മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റ് തീർന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലോട്ടറി വിറ്റുപോകാതെ വന്നത്? ലോട്ടറി വിറ്റുപോകാതെ വന്നതിന് 2 കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒക്കും. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന അതിതീവ്ര മഴ. കേരളം ഈ പ്രാവശ്യം ഡെഫിഷ്യന്റ് റെയിൻഫാൾ റീജിയൻ ആണ്. അതായത് ഇതുവരെ കിട്ടേണ്ട നമ്മുടെ കാലവർഷം നമുക്ക് ഡെഫിഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച മുഴുവനും തോരാ മഴയായിരുന്നു. അപ്പോൾ ഈ ലോട്ടറി എടുക്കേണ്ട സമയമൊക്കെ ആവുമ്പോഴത്തേക്കുമാണ് ഓടിപ്പാഞ്ഞ് നടന്ന് ലോട്ടറി വിറ്റ് ലോട്ടറി എടുക്കുന്നവരും ലോട്ടറി വിൽക്കുന്നവരും അത് തീവ്ര ശ്രമത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ലോട്ടറി ടിക്കറ്റുകളൊക്കെ വിറ്റുപോവുകയും ചെയ്യുന്നത്. മഴ കാരണം അത് നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മാറ്റാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായ ഒരു ഒരു അസന്നിഗ്ധാവസ്ഥ. എന്താണത്? അതായത് GST റീസ്ട്രക്ചറിങ് ഈ അടുത്ത നാളിലാണല്ലോ 4 തരത്തിലുള്ള റേറ്റുകൾ ഉണ്ടായിരുന്നത്. 28%, 18%, 12%, 5% എന്നീ 4 ിലുള്ള നികുതികളെ 28-ൽ ഉണ്ടായിരുന്നത് 18-ലേക്ക് മാറ്റി. 28% ഉണ്ടായിരുന്നത് 90% ഉൽപ്പന്നങ്ങളുമാണ് 18% നികുതിയിലേക്ക് മാറ്റിയത്. പക്ഷേ 10% ഉൽപ്പന്നങ്ങൾ 40% നികുതിയിലേക്ക് കുടിയേറി. അവിടെയാണ് പ്രശ്നം പറ്റിയത്. നമ്മുടെ ലോട്ടറി ഈ 40% നികുതിയിലേക്ക് കുടിയേറിയ ഒരു ഉൽപ്പന്നമായി തീർന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ലോട്ടറിയെ അങ്ങനെ കുടിയേറാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചത്? സാധാരണ രീതിയിൽ ലോട്ടറി എന്ന് പറയുന്നത് ഭ്രാന്തമായ അഭിനിവേശം കൊണ്ട് മാത്രമാണ് മനുഷ്യർ ലോട്ടറി അടിക്കുന്നത്. ഇപ്പൊ 25 കോടിക്ക് വേണ്ടി 500 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുക്കുന്നു, 25 കോടി അടിക്കുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഭ്രാന്തമായ അഭിനിവേശം. അങ്ങനെ ചിലപ്പോൾ പല ടിക്കറ്റ് 10, 20, 500 ടിക്കറ്റ് എടുക്കുന്നവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഭ്രാന്തമായ അഭിനിവേശം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? അപ്പൊ ആ ഭ്രാന്തമായ അഭിനിവേശം ഉണ്ട്, അതൊരു ഭ്രാന്താണ് എന്നതുകൊണ്ടാണ് അതിനെ സിൻ ഗുഡ്സില്, പാപ ഗുഡ്സില്, പാപ എന്ന് വെച്ചാൽ സിൻ, പാപത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു കമ്മോഡിറ്റിയാണ് ഈ ലോട്ടറി എടുക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ പാപം ഏറ്റെടുക്കുന്നു എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ സിൻ ഗുഡ് ആയി ലോട്ടറിയെ കാണുകയും 40% നികുതിയിലേക്ക് അതിനെ കയറ്റുകയും ചെയ്തു. അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് ഒരു സംശയം, അയ്യോ ഈ 40% നികുതി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ലോട്ടറി എടുക്കുന്നവനുണ്ടായിരുന്ന 28% നികുതി, അതായത് ഇൻകം ടാക്സ് 25 കോടിക്ക് കൊടുക്കുമ്പോൾ 28%-ത്തിലും കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ആ 28%-ത്തിൽ നിന്ന് 40%-ത്തിലേക്ക് ആക്കിയപ്പോൾ അതിന്റെ സ്ട്രക്ചറിലൊക്കെ വലിയ മാറ്റം വരും, വലിയ നഷ്ടമാണ് ലോട്ടറി എടുക്കുന്നവർക്ക്. അതുകൊണ്ട് ലോട്ടറി എടുക്കുന്നതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിയിപ്പിക്കും എന്ന ഒരു ഭയവും കൂടി ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അതിതീവ്ര മഴയും കൂടി വന്നത്. അപ്പോഴാണ് ലോട്ടറിയുടെ എടുക്കല് 4-ന് മാറ്റിയത്. അപ്പൊ ഈ ലോട്ടറി നമ്മുടെ സർക്കാരിന് ഇത്രയധികം ആവേശിക്കാനുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ ഈ ലോട്ടറി ഞാൻ ഇതിനു മുൻപും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇത്ര തീവ്ര വരുമാനം ഉണ്ടാക്കുന്ന ഒന്നായി തീർന്നത് 2012-ല് നമ്മുടെ മാണി സാറ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ധനമന്ത്രിയായിരുന്ന KM മാണി സാറ്, അദ്ദേഹത്തിന്റെ കൂടെ ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്ന ബിജു പ്രഭാകർ, അദ്ദേഹം ഇപ്പൊ റിട്ടയർ ചെയ്തു പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെ കണ്ട്, അതായത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അല്ല, ലോട്ടറി വഴിയായിട്ട് കേരളത്തിൽ ഒരുപാട് പേര് ലോട്ടറി എടുക്കുന്നുണ്ട്. അപ്പൊ ആ ലോട്ടറി വഴിയായിട്ട് 5 തരം മാരക രോഗങ്ങൾക്ക് ഇൻഷുറൻസ് പോലെ ഒരു കരുതൽ, അതായത് പാവപ്പെട്ട രോഗികൾക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരമാണ് ലിവറിനെ ബാധിക്കുന്ന, കരളിനെ ബാധിക്കുന്ന, കിഡ്നിയെ ബാധിക്കുന്ന ഒക്കെ തരത്തിലുള്ള മാരക രോഗങ്ങൾ. അപ്പൊ അത്തരം മാരക രോഗങ്ങൾക്ക് ഉള്ള ഇൻഷുറൻസ് പരിരക്ഷ പോലെ ഈ ലോട്ടറിയെ മാറ്റിക്കൂടെ? അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി എന്ന പേരിൽ ലോട്ടറി വരുന്നത്. അതിനുശേഷം വലിയ വരുമാന വർധനവാണ് ലോട്ടറി സെയിലില്. ഉദാഹരണത്തിന് ഫിലിം സ്റ്റാർസ് പോലും അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റിനൊക്കെ നടക്കാറുണ്ട്.
അപ്പൊ അങ്ങനെ വന്ന ലോട്ടറിയിലെ വരുമാന വർധനവ് ഉണ്ടായത്. നമുക്ക് നോക്കാം, ലോട്ടറിയിൽ ഉണ്ടായ വരുമാന വർധനവ് ഈ പറയപ്പെട്ട സിസ്റ്റം നിലവിൽ വന്ന വർഷം എത്രയുണ്ടായിരുന്നു ലോട്ടറിയുടെ വരുമാനം, അതിനുശേഷം അത് എങ്ങനെ വളർന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 2010-11 കാലത്ത്, 2010-11, ഈ 11-12 ലോട്ടറി, കാരുണ്യ ലോട്ടറി വരുന്നത്. 10-11 കാലത്ത് ലോട്ടറിയിൽ നിന്നുണ്ടായ ആകെ വരുമാനം എന്ന് പറയുന്നത് 571,46,00,000 രൂപയായിരുന്നു. 571.46 കോടി രൂപയായിരുന്നു ലോട്ടറിയിൽ നിന്നുണ്ടായത്. പക്ഷേ അതിനുശേഷം 2019-20, 2011-12 മുതലുള്ള കണക്ക് ഞാൻ പറയുന്നതിൽ ഒരുപാട് കണക്കുകൾ പറയേണ്ട എന്ന് കരുതിയിട്ട് 2019-20 ലോട്ടറിയിൽ നിന്ന് കിട്ടിയ വരുമാനം 9,973 കോടി 67 ലക്ഷമായിരുന്നു. ഇനി 22-23 11,892, അതായത് 2010 571 കോടിയിൽ നിന്നതാണ് ഈ 11,892.88 കോടിയിലേക്ക് ഉയരുന്നത്. ഇനി നമ്മൾ 2024-25 വന്നാലോ 13,244.48 കോടിയാണ് ലോട്ടറിയിൽ നിന്ന് കിട്ടിയ വരുമാനം. അതായത് 13,244.48 കോടി രൂപയാണ് 24-25 വർഷം കിട്ടിയത്. ഇനി 25-26 ധനവർഷം നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നു? ബജറ്റ് ഡോക്യുമെന്റിൽ പ്രതീക്ഷിക്കുന്നതായിട്ട് പറയുന്നത് 14,121 കോടിയാണ്. അപ്പൊ ഈ 14,121 കോടി എന്ന് പറയുമ്പോൾ ലോട്ടറി വരുമാനം ഏത് വരുമാനത്തിന്റെ കൂടെയാണ് കൂട്ടുന്നത്? നികുതി വരുമാനത്തിന്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. ഇത് നികുതിയേതര വരുമാനത്തിന്റെ കൂടെയാണ് ലോട്ടറി വരുമാനം കൂട്ടുന്നത്. ലോട്ടറി ഒരു നികുതിയേതര പ്രോഡക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനമായിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ നികുതിയേതര വരുമാനം ആകെ നമുക്ക് നോക്കാം. 2024-25 വർഷത്തിലെ ബജറ്റിലെ റീ എസ്റ്റിമേറ്റ് അനുസരിച്ച് എത്ര കോടിയാണ് നോൺ ടാക്സ് വരുമാനമായിട്ട് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് 17,905.65 കോടിയാണ് നികുതിയേതര വരുമാനം. 17,905.65 കോടിയാണ് നികുതിയേതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂ. അതിന്റെ എത്ര ശതമാനം വരും ലോട്ടറി റവന്യൂ? അതിന്റെ 73.97%. വേണമെങ്കിൽ നമുക്ക് പറയാം 74% ലോട്ടറി റവന്യൂ ആണ്. അതാണ് ഗവൺമെന്റിനെ ഇത്ര വിരളി പിടിപ്പിക്കുന്നത്. അതായത് ലോട്ടറി നന്നായി പോയില്ലെങ്കിൽ നികുതിയേതര വരുമാനം വഴിയായിട്ടുള്ള വരുമാന ചോർച്ച വളരെ രൂക്ഷമാകും. അത് ഗവൺമെന്റിന് താങ്ങാൻ പറ്റാവുന്നതിലും അധികമാകും. അതുകൊണ്ടാണ് അതായത് നികുതിയേതര വരുമാനത്തില് ഈ പറയപ്പെട്ട 2010 ഈ കാരുണ്യ ലോട്ടറി വരുന്നതിന് മുൻപ് വളരെ ചെറിയ വിഹിതം മാത്രമായിരുന്നു ലോട്ടറി വഴിയായിട്ട് കിട്ടിയിരുന്നത്. കാരുണ്യ ലോട്ടറി വന്നതിന് ശേഷമാണ് അതിന്റെ വരുമാനം ഇങ്ങനെ 74% വർദ്ധിക്കുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റിന് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതാണ് ലോട്ടറിയെ പറ്റി പറയുമ്പോൾ, അതായത് GST റീസ്ട്രക്ചറിങ്ങിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പല പ്രാവശ്യം ലോട്ടറി അത് ബാധിക്കുന്നു എന്ന് ആകുലപ്പെട്ടു. അതിന്റെയൊക്കെ പുറകിലുള്ളത് ഈ വികാരമാണ്. അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. ഇനി അതായത് അത് നോക്കുമ്പോൾ സർക്കാരിന്റെ വേറെ ചില വീഴ്ചകളും നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ലോട്ടറി വരുമാനത്തെ പറ്റി ഇത്രയധികം ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചില മേഖലകളിലെ റവന്യൂ എങ്ങനെ താണുപോയി എന്നും കൂടി നമ്മളൊന്ന് സൂക്ഷിക്കുന്നതല്ല. ഒരുപാട് മേഖലകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഫോറസ്റ്റ് റവന്യൂ എടുക്കുക. 2000-2001 കേരളത്തിലെ ഫോറസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാല് നികുതിയേതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂവിന്റെ 21%. ഒന്നോടെ പറയട്ടെ, ഫോറസ്റ്റിൽ നിന്ന് നമുക്കിന്ന് ഫോറസ്റ്റ് വനവിഭവ വനമേഖല വനവകുപ്പിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് നികുതിയേതര വരുമാനത്തിന്റെ അഥവാ നോൺ ടാക്സ് റവന്യൂവിന്റെ 21%. ഈ വർഷത്തെ ആ മേഖലയിൽ നിന്നുള്ള വരുമാനം ഞാൻ നോക്കി ബജറ്റ് ഡോക്യുമെന്റിൽ. അപ്പോഴാണ് സങ്കടം തോന്നിയത്. 1.69% നോൺ ടാക്സ് റവന്യൂവിന്റെ 1.69%. നമ്മുടെ വനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ വനങ്ങൾ കുറഞ്ഞിട്ടില്ലല്ലോ. വനങ്ങൾ കുറഞ്ഞതായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പൊ തന്നെയല്ല, കാട്ടുമൃഗങ്ങളുടെ ഒക്കെ ശല്യം എത്രയോ കൂടി. അങ്ങനെ കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതായത് നമുക്ക് ഓർമ്മ വേണം,
ഏതൊക്കെ തരം മരമുറി വിവാദങ്ങളാണ് ഈ ഗവൺമെന്റ് വന്ന ഈ 9 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ സുഗന്ധഗിരി വനമുറി അത് ഏറ്റവും അവസാനം വന്ന വനമുറിയാണ്. മുട്ടിൽ മരമുറി, ഇങ്ങനെ എത്രയെത്ര വനമുറി കേസുകളാണ് നടന്നത്. ആ കേസുകളൊക്കെ എന്താണ് കാണിക്കുന്നത്? അതായത് സ്വർണം നമുക്ക് കായ്ച്ചു തന്നുകൊണ്ടിരുന്ന വനമേഖലയെയാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങള് വെട്ടി വെളുപ്പിച്ച് ആ വരുമാനം മുഴുവനും സ്വന്തം പോക്കറ്റിലാക്കി കൊണ്ടുപോയത്. സ്വന്തം പോക്കറ്റിലാക്കി കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഗവൺമെന്റ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഗവൺമെന്റ് ഇതൊക്കെ അറിയാമായിരുന്നു. ഗവൺമെന്റിന് ബിനാമികൾ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയെ ഒന്നും നമുക്ക് ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ഒക്കില്ല. ഇവരൊക്കെ കണക്ക് പറയേണ്ടതാണ്. 2021 ഉണ്ടായിരുന്ന വനം വകുപ്പിൽ നിന്നുള്ള നികുതിയേതര വരുമാനം 1.69% ആയിട്ട് കുറഞ്ഞു പോയെങ്കിൽ ഈ മുട്ടിൽ മരമുറി പോലെ, സുഗന്ധഗിരി മരമുറി പോലെയുള്ള മരമുറികളും മറ്റതുപോലെയുള്ള കള്ളങ്ങളും, അതായത് വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരം കൊള്ളകളും കൊള്ളിവയ്പ്പുകളും എല്ലാം, അതൊക്കെ കാരണമാണ് ഇത്രയധികം വരുമാനം കുറഞ്ഞു പോകാനുണ്ടായ കാരണം. അപ്പം എവിടെ നിന്നൊക്കെ കുറഞ്ഞാലും ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. അതും നിന്നു പോകുന്ന ഒരു ലക്ഷണം വരുമ്പോഴാണ് ധനമന്ത്രി ആകുലപ്പെടുന്നത്. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും കൂടി പറയാ, ഈ ഫോറസ്റ്റ് റവന്യൂവിന്റെ 2000 റവന്യൂ 21% 1.6% പോയി. അതും താങ്കൾ ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് ഇങ്ങനെ കുറഞ്ഞു പോയത്? എങ്ങനെയാണ് അത് കുറവ് ഇനി ഉണ്ടാകുന്നില്ല, ഇനി വരില്ല, മരം കൊള്ളയോ കാട് കൊള്ളയോ ഒന്നും ഇനി നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ക്വാറി മാഫിയ തന്നെ, ഓർമ്മിക്കണം നമ്മള്, ക്വാറി മാഫിയ തന്നെ, അത് പിന്നെ വനത്തിന്റെ ഇതിലല്ല വരേണ്ടത് ക്വാറി മാഫിയയുടെ റവന്യൂ. ക്വാറി മാഫിയയെ പറ്റി അതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. പക്ഷെ വനമേഖലയിലുള്ള ക്വാറികൾ അത് തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ കീഴിലാണ് വരേണ്ടത്. ആ വനമേഖലയിലുള്ള ക്വാറികൾ പോലും ഇവിടെ വലിയ തോതിൽ മോഷണം ചെയ്യപ്പെടുന്നു, ലീഗൽ ക്വാറിയിങ് നടക്കുന്നു എന്ന് ഗാഡ്ഗിൽ 2012 അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടില് അതൊക്കെ നമ്മുടെ മന്ത്രിമാരെടുത്ത് വായിക്കണം, അല്ലെങ്കിൽ വകുപ്പുകൾ വായിക്കണം. മന്ത്രിമാർക്ക് എല്ലാം വായിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം വാങ്ങിച്ച് മേലി നടിച്ച് നടക്കുന്ന സർക്കാർ ജീവനക്കാരില്ലേ, അവരിതൊക്കെ വായിച്ചു പഠിക്കണം. എവിടെ നിന്നാണ് വരുമാന സമാഹരണം നടത്തേണ്ടത്? ലോട്ടറിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് ഇരിക്കേണ്ടത്? നികുതിയേതര വരുമാനത്തിന്റെ 74% ലോട്ടറിയിൽ നിന്നാണോ വരേണ്ടത്? മറ്റു വിഭാഗങ്ങളൊക്കെ എവിടെ പോയി എന്ന് നോക്കുക, അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ചുമതല അത് ഈ പറയപ്പെട്ട വകുപ്പുകൾക്ക് എല്ലാം ഉണ്ട്. വകുപ്പ് മേധാവികൾക്കും ഉണ്ട്. ഓരോ വകുപ്പിനും മേധാവിയായിട്ടൊരു IAS ഉണ്ടെന്നുള്ളതും ഓർക്കണം. ആ IAS ഈ പറയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പോലെയോ അല്ലെങ്കിൽ B അശോകിനെ പോലെയോ ഒക്കെ ഉള്ളവരെ നമ്മൾ കണ്ടുപഠിക്കണം. അത് രാജു നാരായണ സ്വാമി, അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. IAS ഓഫീസർ എല്ലാവരുടെയും കാല് പിടി നിന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമല്ല, എപ്പോഴും താഴ്ത്തി വിടുകയാണ് രാജു നാരായണ സ്വാമി. പക്ഷെ അദ്ദേഹം ആണുങ്ങളെ പോലെ, നട്ടലുള്ളവരെ പോലെ അതിനോട് പടവെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആരും നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് വ്യവസ്ഥിതിയെ ശരിയാക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഉള്ള ലോട്ടറിയുടെ ടിക്കറ്റ്, ഈ പശ്ചാത്തലത്തിലാണ് ലോട്ടറിയുടെ ടിക്കറ്റ് എടുക്കല് 4-ാം തീയതിയിലേക്ക് മാറ്റിയത്. അങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് എങ്ങനെയാണ് നികുതിയുടെ കളി എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 1961 ആദായ നികുതി നിയമം അനുസരിച്ച്, ആദായ നികുതി നിയമം എന്ന് വെച്ചാൽ 194B, ആദായ നികുതി നിയമം 194B പ്രകാരം ലോട്ടറി അടിക്കുന്നവരിൽ നിന്ന് ലോട്ടറിയുടെ നികുതികളൊക്കെ ഈടാക്കിയതിന് ശേഷം മാത്രമേ ആ പണം ലോട്ടറി അടിച്ചവന് കൈമാറേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ കൈമാറുന്നത് ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ 25 കോടിയുടെ ലോട്ടറിയാണ്. ആ 25 കോടിയുടെ ലോട്ടറി അടിച്ചാൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ നികുതി കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓണം ബമ്പർ 25 കോടിയുടേതാണ്. അപ്പൊ 25 കോടി അടിച്ചവർക്കല്ല, അല്ലാതെ 1 കോടി തുടങ്ങുന്നവരുടെ, അതായത് 1 കോടി രൂപ സമ്മാനം അടിച്ചാൽ 10% ഏജന്റ് കമ്മീഷനായിട്ട് കൊടുക്കണം. അപ്പൊ ഈ 1 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം രൂപ. അപ്പൊ പിന്നെ 90 ലക്ഷം രൂപയാണ് ലോട്ടറി അടിച്ചവന് കിട്ടുക. അതിൽ നിന്നാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് TDS,
അത് TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ ഇൻകം ടാക്സ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻകം ടാക്സ് പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. കാരണം ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സസ് ഒക്കെ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അങ്ങനെ ഈ പറയപ്പെട്ട ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് ലോട്ടറി വഴിയുള്ള ഇൻകം ഒരു ഡയറക്റ്റ് ഇൻകം ആണ്. അതപ്പോ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് ആ നികുതി പോകേണ്ടത്. അപ്പം അങ്ങനെ ഇതിന്റെ ഈ 90 ലക്ഷം രൂപ ബാക്കി ഉണ്ടല്ലോ, ആ 90 ലക്ഷത്തിന്റെ 30% TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS ആയിട്ടുള്ളത് 30%. 90 ലക്ഷത്തിന്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 30 ഡിവൈഡഡ് ബൈ 90 ഈസ് ഈക്വൽ ടു ആ എമൗണ്ട് എത്രയാണ്? 27 ലക്ഷമാണ് അതിന്റെ തുക. 27 ലക്ഷം രൂപ TDS ആയിട്ട് ഈ 90 ലക്ഷത്തിൽ നിന്ന് പിടിക്കും. ബാക്കിയാണ് ലോട്ടറി കിട്ടിയവന് ലഭിക്കുക. അപ്പൊ ബാക്കി ഉള്ള തുകയായിട്ട് അതിൽ നിന്ന് ഇനി എന്താ ചെയ്യുക? ബാക്കി എത്രയുണ്ട്? 63 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ഈ 63 ലക്ഷം രൂപയിൽ നിന്നും പിരിക്കും. എന്ത് പിരിക്കും? 4% സെസ് പിരിക്കും. എന്തിനൊക്കെയാണ്? അതായത് 4% സെസ്, എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് സെസ്, ആരോഗ്യത്തിനുള്ളത്. അതായത് ഈ ലോട്ടറി അടിച്ചവന്റെ ആരോഗ്യത്തിനല്ല കേട്ടോ, നാട്ടിലുള്ളവരുടെ ആരോഗ്യത്തിന്, അതായത് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ആരോഗ്യ സെസ്സായിട്ടും എഡ്യൂക്കേഷൻ സെസ്സായിട്ടും പോകുന്നു. ആ എമൗണ്ട് എടുത്ത് പിന്നെ ബജറ്റ് വഴിയായിട്ട് ഗവൺമെന്റ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ചെലവഴിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ 63 ലക്ഷത്തിന്റെ 4% എത്രയാണ്? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഡിവൈഡഡ് ബൈ 63. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടാം. 1.18 ലാക്ക് ആണ് റിസൾട്ട്. അതായത് 1.18 ലക്ഷം, 1,18,000 രൂപയാണ് അങ്ങനെ സെസ് ആയിട്ട് പിടിക്കുക. അങ്ങനെ ഒരു ലോട്ടറി അടിക്കുന്നവരിൽ നിന്ന് ഈ പറയപ്പെട്ട ഏജൻസ് കമ്മീഷൻ 10%, TDS 30%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എല്ലാം കിഴിച്ച് 59,11,200 രൂപ, 59,11,200 രൂപയാണ് കയ്യിലേക്ക് കിട്ടുക. 1 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിൽ കിട്ടുക. 1 കോടി അടിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം പകുതിയോളം ഗവൺമെന്റ് പിടിച്ചെടുത്തോണ്ട് പോയി കേട്ടോ. 59,11,200 രൂപ, 59,11,200 രൂപയാണ് കയ്യിലേക്ക് കിട്ടുക. അപ്പൊ 1 കോടി അടിച്ചവന്റെ ഏകദേശം പകുതിയോളം എന്ന് പറഞ്ഞാൽ 41 ലക്ഷവും നികുതിയായിട്ട് പോയി എന്നർത്ഥം. അപ്പം ഈ പണ്ടൊക്കെ ആണെങ്കിൽ 10,000-ന് മുകളിലുള്ള സമ്മാനങ്ങൾക്കായിരുന്നു നികുതി. 10,000 തൊട്ട് താഴെയുള്ളവയ്ക്ക് നികുതി ഇല്ലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇൻകം ടാക്സ് ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ മൂലം 2-3 ലോട്ടറി അടിച്ചു എന്നിരിക്കട്ടെ ഒരു വർഷം, അപ്പോ 30,000 രൂപയായി. 10,000 രൂപയുടെ ലോട്ടറി അടിച്ചാൽ 30,000 രൂപയായി. അപ്പം അതിന് ഈ പറയപ്പെട്ട കണക്കനുസരിച്ച് ലോട്ടറിക്കുള്ള നികുതി കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പല ലോട്ടറികളിൽ നിന്നായി 1 കോടി അടിച്ചു അല്ലെങ്കിൽ അങ്ങനെ എമൗണ്ട് വന്നെങ്കിൽ അതിനനുസരിച്ച് പിന്നെ പലിശ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഓണം ബമ്പറിലേക്ക് പോകാം. 25 കോടി, 1 കോടിയുടെ കഥ അങ്ങനെയാണെങ്കിൽ 25 കോടിയുടെ കഥ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന്. അപ്പോൾ ഈ ഓണം ബമ്പർ 25 കോടി അടിച്ചവര് എങ്ങനെയാണ് അത് നികുതി അവരും തമ്മിലുള്ള എങ്ങനെയാണ് അവർ ആ നികുതി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പുതിയ GST പരിഷ്കരണത്തിന്റെ നിയമം ഇവിടെ ബാധകമല്ല. ശ്രീ ബാലഗോപാൽ, നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഈ പഴയ നികുതി രീതിയിൽ തന്നെയാണ് ഈ വർഷവും ലോട്ടറി കണക്കാക്കുക. അടുത്ത വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും 40%-ലേക്ക് കൊണ്ടുപോകണോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും എന്നാണ്. കഴിഞ്ഞ വർഷം നിലവിലിരുന്ന അതേ നികുതി സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും തുടരാൻ പോകുന്നത് എന്ന് കിട്ടിയ വെളിച്ചത്തിലാണ് ഞാൻ ഈ കണക്കുകൾ ഇവിടെ. 25 കോടിയുടെ 10% ഏജന്റ് കമ്മീഷൻ. അപ്പോൾ ഈ 10% എന്ന് പറയുന്നത് എത്ര കോടി രൂപയാണ്? 2.5 കോടി, 2,50,00,000 രൂപയാണ് ഏജന്റ് കമ്മീഷനായിട്ട് മാറ്റിവെക്കേണ്ടത്. അപ്പൊ അത്രയും അങ്ങനെ പിടിക്കുന്നു. പിന്നെ ബാക്കി എത്ര കോടിയുണ്ട്? 22.5 കോടിയാണ് ഉള്ളത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30% ആദായ നികുതി ബാധകം. 10 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന്
അതായത് കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവന്നാണ് 10 ലക്ഷം വരെ ആദായ നികുതി ഇളവ്. അപ്പൊ ആ 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30%, അതിന് മുകളിലാണെങ്കിൽ 30% നികുതിയാണ് ബാധകം. ഇത് ലോട്ടറി വകുപ്പ് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ ലോട്ടറി അടിക്കുന്നവനിൽ നിന്ന് പിടിച്ച് ലോട്ടറി വകുപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് വകുപ്പില് അടയ്ക്കും. അതാണ് ചെയ്യുക ഈ 30%. അങ്ങനെ 22.5 കോടിയുടെ 30% എത്ര രൂപ വരും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 ഡിവൈഡഡ് ബൈ 22.5 അങ്ങനെ ചെയ്ത് പെർസെന്റേജ് കാണുമ്പോൾ നമുക്ക് കിട്ടും 6.75 കോടി. 6.75 കോടിയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഈസ് 6.75 കോടിയാണ്. 6.75 കോടി 22.5 കോടിയിൽ നിന്ന് കിഴിക്കുന്നു. കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 15.75 കോടി രൂപ അവശേഷിക്കുന്നു. അതിൽ നിന്നാണ് സർചാർജ്. 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനങ്ങൾക്ക് സർചാർജ്, അതായത് 50 ലക്ഷം മുതൽ 1 കോടി വരെ 10% സർചാർജ്. 2 കോടി മുതൽ 5 കോടി വരെ 25% സർചാർജ്. 5 കോടിക്ക് മുകളിൽ 37% സർചാർജ്. 5 കോടിക്ക് മുകളിൽ നമുക്കിവിടെ 15.75 കോടിയുണ്ട്. അപ്പം നാച്ചുറലി 37% സർചാർജ്. അതായത് നമുക്ക് ലോട്ടറിക്കാരന് അവശേഷിക്കുന്ന 15.75 കോടിയുടെ 37% സർചാർജ് ആയിട്ട് ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോകുന്നു. എത്ര വരും അത്? ഈ 37% സർചാർജ് എന്ന് പറഞ്ഞാല് 2.5 കോടി സർചാർജ് ഇനത്തിൽ ഗവൺമെന്റ് പിന്നെയും പിടിക്കുന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട്? അതെ, 15.75 കോടിയിൽ നിന്ന് 2.5 കോടി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 13.25 കോടി. അതായത് സർചാർജ് ആയിട്ട് പിടിക്കുന്നത് 2.5 കോടി. 15.25 കോടിയിൽ നിന്ന് 2.5 കോടി പോയി കഴിഞ്ഞാൽ 13.25 കോടി ബാക്കി വരുന്നു. ഇനി ഇതിന് പുറമെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. 13.25 കോടിയിൽ നിന്ന് 37 ലക്ഷം, അതായത് 13.25 കോടിയുടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 37 ലക്ഷം. ഈ 37 ലക്ഷം നമ്മുടെ 13.25 കോടിയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി നമ്മുടെ ഭാഗ്യവാന് കിട്ടുന്നത് 12,88,26,000 രൂപ. 12,88,26,000 രൂപയാണ് ഭാഗ്യവാന് കിട്ടുക. അപ്പൊ ഇങ്ങനെ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ലോട്ടറി അടിച്ചല്ലോ എന്ന് വിചാരിച്ച് വീണ് മരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമയിൽ ഓർമ്മയില്ലേ, നമ്മുടെ ഇന്നസെന്റ് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് വീഴുന്നത് ഓർമ്മയുണ്ടോ? ബോധം കെട്ട് വീഴുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മനസാന്നിധ്യത്തോടു കൂടി വേണം ലോട്ടറി അടിക്കുന്നവൻ ഇരിക്കാൻ. കാരണം അദ്ദേഹം ഓർക്കണം, ഈ ലോട്ടറി അടിച്ചതോടുകൂടി തന്നെ ഭാഗ്യലക്ഷ്മി എന്നെ വിട്ടുപോകുന്നു എന്ന്. ഭാഗ്യലക്ഷ്മി എങ്ങനെയാ വിട്ടുപോകുന്നതെന്ന് നമ്മളിപ്പോ കണ്ടില്ലേ. അതായത് 25 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിലേക്ക് എത്ര കോടിയാണ് കിട്ടുന്നത്? 12,88,26,000 രൂപ. ബാക്കി മുഴുവനും പുറത്തേക്ക് പോയി, നികുതിയായിട്ട് പിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഭാഗ്യലക്ഷ്മി ചെതറി പോകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതുപോലെ ഭാഗ്യലക്ഷ്മി നമ്മളെ കുറേശ്ശെ കളയും. എങ്ങനെയാണെങ്കിൽ നമ്മൾ തീരെ യുക്തിസഹമല്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ ഭാഗ്യലക്ഷ്മി നമ്മളെ കൈവിട്ടു പോവുക തന്നെ ചെയ്യും. അങ്ങനെ അപ്പൊ എന്താ വേണ്ടത്? ഭാഗ്യലക്ഷ്മി നമ്മളുടെ കൂടെ നിൽക്കണമെങ്കിൽ യുക്തിസഹമായി തന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. എങ്ങനെ യുക്തിസഹമായി ചിന്തിക്കുക? അയ്യോ എൻ്റെ അമ്മയ്ക്ക് വയ്യായി, എൻ്റെ അച്ഛന് വയ്യായി, അല്ലെങ്കിൽ എനിക്ക് വയ്യായി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന ആൾക്കാരെ കണ്ണുമടച്ച് വിശ്വസിച്ച് വെറുതെ കിട്ടിയ പണമല്ലേ, എന്നാ ഇത് നീ കൊണ്ടുപോകൂ എന്ന് ഓർക്കരുത്. അങ്ങനെ ഓർത്ത് കൊടുക്കരുത്. യഥാർത്ഥ സ്ഥിതി അന്വേഷിച്ചാലും അപ്പൊ ഓർക്കുക, ഒരു ലോട്ടറി കിട്ടിപ്പോയെന്ന് പറഞ്ഞവൾക്ക് ഞാൻ എന്തിനാ ഈ ലോകത്തെ രോഗികളെയും ഒക്കെ എടുക്കാൻ പോകുന്നത്? അതിനൊക്കെ ഇവിടെ സർക്കാരുണ്ട്. സർക്കാരിന്റെ
ഡ്യൂട്ടിയാണ് ആരോഗ്യ മേഖലയിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ പണം ചെലവഴിക്കുക. ഞാൻ തന്നെ എൻ്റെ ലോട്ടറി വരുമാനത്തിന്റെ 4% ഹെൽത്തിന്, ആരോഗ്യത്തിന്, എഡ്യൂക്കേഷന് എന്ന് പറഞ്ഞ് സെസ് കൊടുത്തു കഴിഞ്ഞു. ഇനി പിന്നെ ഞാൻ എന്തിനാ ഇയാൾക്ക് പണം കൊടുക്കുന്നത്? ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ, ഞാൻ ഇത്ര തരത്തിൽ നിങ്ങളെ സ്വാർത്ഥനാകാൻ സഹായിക്കുന്നു അല്ലേ, ഉപദേശിക്കുന്നു അല്ലേ? ഞാൻ സ്വാർത്ഥനാകാൻ ഉപദേശിക്കുകയല്ല, ഭാഗ്യലക്ഷ്മി നിങ്ങളെ കൈവിട്ടു പോകാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടയാളാണ്, ആ വ്യക്തി പറഞ്ഞിരിക്കുന്നതിൽ എത്ര സത്യം ഉണ്ട്, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഏതെങ്കിലും പൈസ. അപ്പൊ അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നികുതികളൊക്കെ അടച്ച രസീതുകൾ വാങ്ങിക്കുക. ആ രസീതുകളൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കുക. ഈ പണം ചെലവഴിച്ച് തീരുന്നത് വരെ എവിടെയൊക്കെ ഈ പണം എടുത്ത് ചെലവഴിക്കാൻ ചെല്ലുന്നുവോ അവിടെയൊക്കെ 1,00,000-ലധികം ചെലവഴിക്കുന്നുവെങ്കിൽ അവിടെ ഉടനെ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടാക്സ് ഈ 12 കോടി എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ തുകയല്ല. അപ്പൊ ആ 12,88,26,000 ചെലവായി കഴിയുന്നത് വരെ നമ്മളോട് നികുതി എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കാം. അവർക്ക് അറിഞ്ഞുകൂടല്ലോ ലോട്ടറി അടിച്ച പണമായത് ലോട്ടറിക്കാർ തന്നെ അതിന്റെ നികുതിയൊക്കെ എടുത്തിട്ടുണ്ട്, ഈ പാവത്തിനോട് ഇനിയും നികുതി മേടിക്കരുത് എന്നൊന്നും ഈ പണം കൈകാര്യം ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് കാണിച്ച് ഇതിന്റെയൊക്കെ നികുതി അടച്ചതാണെന്നുള്ളത് പറഞ്ഞ് ചെലവഴിക്കാൻ വേണം. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ്സ് വളരെ സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിക്കുക. അപ്പൊ അത് ഒന്ന്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി എങ്ങനെയാണ് ഈ പണം ചെലവഴിക്കുക, വളരെ നല്ല രീതിയിൽ ആലോചിച്ച്, അതായത് എൻ്റെ വീട് എങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ എത്ര മക്കളുണ്ട്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എത്ര കഴിഞ്ഞു, ഇനി എത്ര വരാനിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ ആവശ്യത്തിനും വേണ്ടി ഈ ഫണ്ട് ഞാൻ എങ്ങനെ വിനിയോഗിക്കണം, അതിനെ എങ്ങനെ അപ്പോർഷൻ ചെയ്യണം, എങ്ങനെ വീതിച്ചു വെക്കണം, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീടിനോ വസ്തുവിനോ വേണ്ടി എന്ത് ചെയ്യണം, മകളുടെ കല്യാണത്തിന് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ തരത്തില് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട്, അത് മുൻകൂട്ടി നമ്മൾ സ്വപ്നം കാണുകയല്ല ചെയ്യേണ്ടത്, വളരെ കൃത്യതയോടുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന, ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒരാളെയോ രണ്ടുപേരെയോ കൂട്ടി, അതല്ലെങ്കിൽ ഇതിനുള്ള എക്സ്പേർട്സ് ഉണ്ട്, ആ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതായത് ഒരു ഫിനാൻഷ്യൽ പോളിസി എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ അവസാന തീരുമാനത്തിലെത്തി ഈ പണം എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചെയ്യുക. അതല്ലാതെ പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്ത് ഞാൻ ദാനശീലനാണെന്ന് വരുത്താം, അങ്ങനെയൊക്കെ എനിക്ക് 1ാം സ്ഥാനം ഇവിടെ മേടിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചാൽ ഭാഗ്യലക്ഷ്മി കൈവിട്ടു പോകും, ലോട്ടറി അടിച്ച പണം പോകും, പണ്ടത്തെ പോലെ പാപ്പരായിട്ട് നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ ഇരിക്കണമെന്ന് വിചാരിച്ച് വേണം നമ്മൾ നമ്മുടെ ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കാൻ, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ.